കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിനെ ആക്രമിച്ച പ്രതികളെ SSLC പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധിച്ച KSU MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൗത്തനാക്കില്ല സാറേ, നിങ്ങൾ ഞങ്ങളെ കൊല്ലോ, ഞങ്ങളെ കൊല്ലോ. ഒരുത്തർ തച്ചു കൊണ്ടിട്ട് സ്വന്തം അനിയനാണെങ്കിൽ നിങ്ങൾ അനിയനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട. തൽക്കാലം നിങ്ങൾ ഇമ്മാരി അഭ്യാസം എടുക്കണ്ട. വിഷയം വേറെയാണ്, നിങ്ങൾ ഇമ്മാരി അഭ്യാസം എടുക്കണ്ട. കുട്ടികളെ തന്നെ അഭ്യാസം കളിക്കല്ലേ. ഇതാക്കിയില്ല. സംസാരിക്കട്ടെ, പോലീസിനോട് സംസാരിക്കാൻ പറ്റില്ല. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പരീക്ഷാ കേന്ദ്രം താമരശ്ശേരിയിൽ നിന്ന് മാറ്റിയിരുന്നു. ജുവനൈൽ ഹോമിൽ തന്നെയാണ് പ്രതികളെ പരീക്ഷ എഴുതിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, വലിയ പ്രതിഷേധം, അത് പുറത്തു മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളായി പ്രതിഷേധം കത്തിപ്പടരുകയാണ്. ഈ പരീക്ഷ എഴുതിക്കരുത്, അതൊരു തെറ്റായ സന്ദേശം നൽകുമെന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവും പറയുന്ന ഒരു സാഹചര്യം. പക്ഷേ നിയമപരമായ അതിനുള്ള തടസ്സങ്ങൾ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ജുവനൈൽ ഹോമിൽ ഇവരെ പരീക്ഷ എഴുതിപ്പിക്കുന്നു, ആ പരീക്ഷ തുടങ്ങുന്നു, അതാണോ? അപ്പോഴും പുറത്ത് പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുണ്ടോ? അപർണ, നിലവിൽ പുറത്ത് സ്ഥിതി ശാന്തമാണ്. ഏറ്റവും അവസാനമായി MSF പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. രണ്ട് രീതിയിലായിരുന്നു അവരുടെ പ്രതിഷേധം. ഒരു സംഘം ഈ പ്രധാന കവാടത്തിന്റെ മുൻപിലേക്ക് പ്രതിഷേധ പ്രകടനമായി എത്തിയപ്പോൾ മറ്റൊരു സംഘം ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഉള്ളിൽ കടന്നവരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് രാവിലെ 6:30 മുതൽ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. രാവിലെ 6:30-ക്ക് തന്നെ KSUവിന്റെ പ്രതിഷേധം ആരംഭിച്ചു. പിന്നാലെ MSFന്റെയും അതേപോലെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ തന്നെ മറ്റൊരു പ്രതിഷേധവും എത്തി. 5-ലധികം പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന കവാടത്തിൽ പോലീസിന്റെ വലിയ ഒരു സന്നാഹം ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് പല വഴികളിലും മതിലെടുത്തു ചാടിയും ഈ പോലീസിന്റെ നീക്കം കണ്ണുവെട്ടിച്ച് ഇതിനുള്ളിലേക്ക് കയറാനുള്ള നീക്കമാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നും കൂടുതലായിട്ടും ഉണ്ടായത്. പക്ഷേ പോലീസ് എല്ലാവരെയും ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ കുറ്റവാളികളായ കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ആ കുടുംബവും അതുപോലെ തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തന്നെ ഇതിൽ ഒറ്റ നിലപാടുമായി അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടെടുത്തു. തുടർന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം നടത്തി. അതേ തുടർന്നാണ് താമരശ്ശേരിയിൽ അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ട എന്ന തീരുമാനത്തിലേക്ക് അധികൃതരെത്തിയത്. തുടർന്ന് പരീക്ഷ എവിടെ എഴുതിക്കാം എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. അവസാനം പ്രതിഷേധങ്ങളും മറ്റും കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെയുള്ള വെള്ളിമാടുകുന്നിൽ തന്നെ
നിലവിലുള്ള ഇടത്ത് തന്നെ പരീക്ഷ എഴുതിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരെ പുറത്തിറക്കുമ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങൾ, അതേപോലെ തന്നെ ഇവർ പരീക്ഷ എഴുതാൻ ചെല്ലുന്നിടത്ത് മറ്റു കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക സംഘർഷം. കാരണം ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരാണ് ഈ പ്രതികളായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അവരുടെ സാന്നിധ്യം പരീക്ഷ എഴുതുന്ന മറ്റു കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെ പുറത്തിറക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയും അപ്രകാരം ഇപ്പോൾ ഈ സാമൂഹ്യനീതി സമുച്ചയത്തിനുള്ളിൽ ഒരുക്കിയ ആ പരീക്ഷാ സെന്ററിൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയരുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അടുത്ത പ്രതിഷേധ സംഘം എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രധാനമായിട്ടും KSUക്കാരാണ് ഇവിടേക്ക് KSU MSF പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കൂടുതൽ ശക്തമായി ഇവിടേക്ക് എത്തിയത്. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഈ പ്രതിഷേധങ്ങൾ തുടരേണ്ട സാധ്യത മുന്നിൽ കണ്ട് തിരികെ എത്താം അനുമോദ്.